ADGP MR അജിത് കുമാറിനും മലപ്പുറം മുൻ SP സുജിദാസിനുമെതിരായ വിജിലൻസ് അന്വേഷണത്തിന് ഒറ്റ ഉത്തരവിറക്കി സർക്കാർ. അജിത് കുമാറിനെതിരെ 5ഉം സുജിദാസിനെതിരെ 3ഉം വിഷയങ്ങളാണ് അന്വേഷണ പരിധിയിലുള്ളത്. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണ് ലഭിച്ചു. അതേസമയം ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റേണ്ട സമയം അതിക്രമിച്ചുവെന്നാണ് CPI വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി ഹരിമോഹൻ ചേരുന്നുണ്ട്. ഹരി, ഈ ഉത്തരവ് ഒറ്റ ഉത്തരവായാണ് ഇറക്കിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിൽ പരിധിയിൽ വരിക? ആരായിരിക്കും അന്വേഷിക്കുക? തന്നെ അന്വേഷണം ആരാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് വിജിലൻസ് മേധാവി അല്ലെങ്കിൽ വിജിലൻസ് എത്തിയിട്ടില്ല. വിജിലൻസ് മേധാവിയാണ് ഈ അന്വേഷണ സംഘത്തെ രൂപീകരിക്കേണ്ടത്. ഒരുപക്ഷെ അതിന്റെ ഈ റാങ്ക് അടക്കമുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാലാവാം അന്വേഷണ സംഘ രൂപീകരണം നീളുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും വിജിലൻസ് മേധാവി ഉൾപ്പെട്ടിട്ടുള്ള അന്വേഷണ സംഘം തന്നെയായിരിക്കും അന്വേഷിക്കുക. അതിൽ നേരിട്ട് അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ മാത്രം ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. അതല്ലാതെ എന്റെ മേൽനോട്ടം വഹിക്കുക വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ADGPക്കെതിരെ അന്വേഷണമായതുകൊണ്ട് DGP റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നുള്ളതുകൊണ്ട് യോഗേഷ് ഗുപ്ത തന്നെ അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല ഏറ്റെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന് അതിനെ ചോദിച്ച പോലെ അതിന്റെ അന്വേഷണത്തിന്റെ പരിധിയിൽ പെടുന്ന കാര്യങ്ങൾ, അത് 5 കാര്യങ്ങളാണ് ഉത്തരവിൽ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിൽ പറയുന്നു. ഒന്ന്, മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. രണ്ടാമത്, ഈ സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സ്വർണം അത് റെക്കോർഡിക്കലാക്കുമ്പോൾ അതിന്റെ അളവിൽ വലിയ തോതിലുള്ള ക്രമക്കേട് ഉണ്ടാകുന്നുണ്ട്, അതിൽ വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ആരോപണമായി PV അൻവർ ഉന്നയിച്ചത്. അതുകൂടാതെ മറുനാടൻ മലയാളിയുടെ ഉടമ ഷാജൻ സ്കറിയയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി 1.5 കോടി രൂപ അജിത് കുമാർ കൈക്കൂലി വാങ്ങി എന്നുള്ളൊരു ആരോപണമുണ്ട്. തിരുവനന്തപുരം കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, ഒപ്പം ആ സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സാമ്പത്തിക ആരോപണങ്ങളൊക്കെ തന്നെ അൻവർ ഉന്നയിച്ചിരുന്നു. അതിലും അന്വേഷണം ഉണ്ടാകും. ഇതുകൂടാതെ അനധികൃത സ്വത്ത് സമ്പാദനം, അത് അജിത് കുമാറിന്റെ പേരിൽ മാത്രമല്ല, അജിത് കുമാർ, സുജിത് ദാസ്, ഒപ്പം മലപ്പുറം ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ, ഇവരുടെ എല്ലാം അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിക്കും. ഇത്തരത്തിൽ 5 കാര്യങ്ങളാണ് വിജിലൻസിന് അന്വേഷിക്കാനായിക്കൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ ഉണ്ടായിരുന്നത്. അത് അതേപടി സർക്കാർ അംഗീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 5 കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരും. ഇനിയിപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. ആദ്യം അന്വേഷണ സംഘമാകണം. അതിനുശേഷം 2ാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ആദ്യം PV അൻവറിന്റെയും പിന്നീട് അജിത് കുമാറിന്റെയും മൊഴികൾ രേഖപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകും. ഇതിനൊപ്പം തന്നെ സമാന്തരമായി തന്നെ ചില അന്വേഷണങ്ങൾ സുജിത് ദാസിനെതിരെ നടക്കുന്നുണ്ട് വിജിലൻസിൽ തന്നെ. കാരണം മറ്റ് ചില പരാതികൾ ഈ വിജിലൻസിന് ലഭിച്ചിരുന്നു സുജിത് ദാസിനെതിരെ മരമുറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിലൊരു പ്രാഥമിക അന്വേഷണം നിലവിൽ വിജിലൻസ് നടത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ അന്വേഷണം വരുന്നതോടുകൂടി ഇത് രണ്ടും യോജിപ്പിച്ചുകൊണ്ട് ഒരുമിച്ചായി ചേർത്ത് നടത്തുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രാഥമിക അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെത്തിക്കൊണ്ട് DYSP ഷിബു പാപ്പച്ചന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം മൊഴിയൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ആ അന്വേഷണ സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരും പുതിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. അങ്ങനെ ഈ നടപടിക്രമങ്ങൾ പരമാവധി വേഗത്തിൽ മുന്നോട്ട് പോയി അത് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം സംസ്ഥാന പോലീസ് മേധാവി മറ്റൊരു അന്വേഷണം PV അൻവർ നൽകിയ പരാതികളിലെല്ലാം തന്നെ നടത്തുന്നുണ്ട്. സ്വർണ്ണക്കടത്ത് ആരോപണവും റിദാൻവധവും അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്തായാലും ഒക്ടോബർ 1 സമർപ്പിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് വിജിലൻസിന്റെ അന്വേഷണം അതിനോടൊപ്പം നടക്കുന്നത് കൊണ്ട് പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുക, ഇതിനോടൊപ്പം കഴിയാവുന്നതും വേഗത്തിൽ സമർപ്പിക്കുക എന്നൊക്കെയുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതിൽ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ട അത് PV അൻവറിന്റെ പരാതികളായിരുന്നു. അതിലെല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംസ്ഥാന പോലീസ് മേധാവിയുടെ ടീമിനെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ എന്നാലും അവിടെ പ്രധാനപ്പെട്ട 2 ആരോപണങ്ങൾ, അതിലൊന്ന് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അതിൽ ഇതേവരെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. കാരണം അതിൽ മുഖ്യമന്ത്രി പ്രത്യേകമായി നിർദ്ദേശം കൊടുത്ത് അന്വേഷണം നടത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ പോലും അത് ഒരു റിട്ടൺ കംപ്ലൈന്റ് ആയി ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ PV അൻവറിന്റെ പരാതിക്കൊപ്പം ചേർത്ത് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലായിരുന്നു പോലീസ് എത്തിച്ചേർന്നത്.